കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് വൈകിട്ട് 5 മണിയോടെ ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്താണ്. അവിടെ വെച്ചുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായിട്ടാണ് സഹോദരനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് നിഗമന. വിവരങ്ങളുമായി അനഘ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനഘ, തട്ടിക്കൊണ്ടുപോകലിന് ആധാരം എന്താണ്? എങ്ങോട്ടേക്കാണ് ഈ സംഘം അനൂസ് റോഷനെ കൊണ്ടുപോയത് എന്നാണ് കരുതുന്നത്? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ കൊടുവള്ളി കിഴക്കേടത്ത് റഷീദിന്റെ മകൻ അനൂസ്, 21 വയസ്സുള്ള അനൂസ് റോഷനെയാണ് ഒരു സംഘം ആളുകൾ 5 മണിയോട് കൂടി ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും കയ്യിൽ ആയുധങ്ങളുമായാണ് ഇവരൊരു കാറിലാണ് വീട്ടിലേക്ക് എത്തിയത്. മുഖംമൂടി ധരിച്ചവരായിരുന്നു ഈ വീട്ടിലെത്തിയവരൊക്കെ തന്നെ. വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് ഈ റോഷനെ ഇവർ കാറിലേക്ക് പിടിച്ചു കയറ്റുന്നതും പിന്നീട് അവിടെ നിന്ന് പോകുന്നതും. ഈ കാറിന്റെ അടക്കമുള്ള നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ കൊടുവള്ളി പോലീസ് അന്വേഷണം നടത്തുന്നത്. ഈ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അനൂസ് ഇപ്പൊ തട്ടിക്കൊണ്ടുപോയ ആ യുവാവിന്റെ സഹോദരൻ വിദേശത്താണുള്ളത്. ആ വിദേശത്ത് ഈ സഹോദരന് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കത്തിനോട് തുടർന്നാണ് ഇപ്പോൾ ഈ അനിയനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോയ സംഘം കൊടുവള്ളി പ്രദേശം വിട്ടുപോയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ യുവാവിനായിട്ടുള്ള അന്വേഷണം കൊടുവള്ളി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ അജ്ഞാത തട്ടിക്കൊണ്ടുപോയി. അനഘയാണ് വിവരങ്ങൾ നൽകിയത്.